പഞ്ചായത്തില് ഇനി വയോജനങ്ങൾ ഒറ്റയ്ക്കാകില്ല. ഒന്നിച്ചിരിക്കാനും സമയം ചെലവഴിക്കാനുമായി പഞ്ചായത്തിൽ പകൽ വീട് ഒരുങ്ങിയിട്ടുണ്ട്. വിനോദ പരിപാടികൾ അടക്കം സംഘടിപ്പിച്ച് പഞ്ചായത്തിനെ പൂർണ്ണമായും ഒരു വയോജന സൗഹൃദമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ഭരണസമിതി. അയ്മനം പഞ്ചായത്തിലെ 20 വാർഡുകളിലായി പകൽ സമയത്ത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരുപാട് വയോജനങ്ങളുണ്ട്. വാർഡ് മെമ്പർമാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിനു പിന്നാലെ ഇവർക്ക് ഒന്നിച്ചിരിക്കാൻ ഒരിടമെന്ന ചിന്ത ഉരുത്തിരിഞ്ഞു. അങ്ങനെയാണ് 4ാം വാർഡായ പുലിക്കുട്ടിശ്ശേരിയിൽ ഈ പകൽ വീടൊരുങ്ങുന്നത്. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ വയോജന പാർക്ക് നിർമ്മിച്ചിരുന്നു. അതിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് പകൽ വീടിന്റെ നിർമ്മാണവും. ആറിനോട് ചേർന്നുള്ള തീരത്തെ പകൽ വീടിന്റെ അന്തരീക്ഷവും വയോജന സൗഹൃദമാണ്. നമ്മുടെ നാടിൻ്റെ വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധജനങ്ങളുണ്ട്. അവർക്ക് ഒരു കൂട്ടായിട്ട് വന്നിരുന്ന് നമുക്ക് പല വീടുകളിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ വീട്ടമ്മമാരുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും ഒരു വിശ്രമ കേന്ദ്രമായിട്ടും അവർക്കൊരു ഉല്ലാസം എല്ലാവരും കൂട്ടായിട്ടിരിക്കുമ്പോൾ ഒരു ഉല്ലാസവും പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വയോജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പകൽ വീട് നിർമ്മിച്ചത്. പകൽ വീട്ടിൽ സമയം ചെലവഴിക്കുന്നവർക്ക് ലഘുഭക്ഷണമടക്കം ഒരുക്കുന്നുണ്ട്. 2ാം ഘട്ടത്തിലാകും വയോജനങ്ങൾക്കുള്ള വിനോദ പരിപാടികൾ. ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വന്നിരിക്കുമ്പോൾ ഒരു കടിഞ്ചായ ഇട്ട് കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 20 വാർഡുകളിലുമുള്ള വയോജനങ്ങൾക്ക് പകൽ വീട് പ്രയോജനപ്പെടുത്താൻ കഴിയും. പ്രായമായവരെ ഇവിടെ എത്തിക്കാനുള്ള ഗതാഗത സംവിധാനവും പഞ്ചായത്തിന്റെ പരിഗണനയിലുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 22 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് മലയാളം, കോട്ടയം.